സ്കിന്ന് ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ തന്നെ അതൊരു നോ മേക്കപ്പ് ലുക്കാവും. അതിപ്പോൾ നിങ്ങൾ ഏത് ടോൺ ആയാലും ശരി, ഡാർക്ക് ആയാലും ശരി, ലൈറ്റ് ആയാലും ശരി, സ്കിന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കുക, അതിൽ തന്നെ ഭംഗി, അതൊരു നോ മേക്കപ്പ് ലുക്ക് തന്നെയാണ്. ഈ ഇപ്പം ലാഷസ് അല്ലെങ്കിൽ ബ്ലഷിങ് അല്ലെങ്കിൽ ലിപ് മൈക്രോ ഇതിനൊക്കെ എന്ന് പറയുന്നത് ഇത് പെർമനൻ്റ് അല്ല, ഫസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പം അതെന്ന് പറയുന്നത് അതിന് ഒരു എന്താ പറയുന്നത്, നമ്മളൊരു സെക്ഷൻ വേണ്ടി വരും. നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ജീൻസ് ഉണ്ട്, നമ്മുടേതായിട്ടുള്ള ക്ലൈമറ്റ് ഉണ്ട്, നമ്മുടേതായിട്ടുള്ള ഭക്ഷണ രീതിയുണ്ട്, ഇതിനനുസരിച്ചുള്ള സ്കിന്നാണ് നമുക്കുള്ളത്. കൂടുതലായിട്ടും നമ്മുടെ മലയാളികളിൽ വരുന്നത് ഈ എണ്ണ കൊണ്ടിട്ടുള്ള കുറച്ച് ഒരു എന്താ പറയുന്ന ട്രീറ്റ്മെൻറ്റ്സ് അവർ തന്നെ റുട്ടീൻ്റെ പാർട്ടാക്കാറുണ്ട്. അപ്പം അത് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഒരു എന്താ പറയുന്നത് ഒരു ആക്നെ രീതിയിലേക്ക് മാറാറുണ്ട്. നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഹ്യൂമിഡാണ്, നമുക്ക് എല്ലാ പ്രോഡക്ട്സും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഈ ഐസ് ഫേസിൽ വെച്ച് റോൾ ചെയ്യുന്നതിന് പകരം ഐസ് വാട്ടറായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് നല്ല, പക്ഷെ അത് ഒരുപാട് ഭയങ്കര തണുപ്പായിട്ട് വെച്ച് ചെയ്യണമെന്നൊന്നുമില്ല. അതുപോലെ പെർമനൻ്റ് ആയിട്ട് ലാഷസ് വെക്കുക, എന്താ ബ്ലഷ് കൊടുക്കുക, ലിപ്സ്റ്റിക്ക് കളർ ഷെയ്ഡ് ആക്കുക, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമുക്ക് അത്ര പരിചിതമല്ല എങ്കിലും നമ്മൾ ആളുകൾ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ കേൾക്കുന്നതുണ്ടല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് നല്ലതാണോ? അത് നമ്മുടെ മുന്നോട്ട്, അതായത് ഇപ്പോൾ ഒന്ന് ചെയ്തു പിന്നെ അത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരില്ല ആ പ്രോസസ്സ്, അപ്പം അത് നമ്മുടെ സ്കിന്നിനെയും നമ്മുടെ ശരീരത്തെയും ഒക്കെ കൂടുതൽ ഡാമേജ് ആക്കുമോ? ഓക്കെ, ഒന്നെന്ന് പറയുന്നത് ഈ ഇപ്പം ലാഷസ് അല്ലെങ്കിൽ ബ്ലഷിങ് അല്ലെങ്കിൽ ലിപ് മൈക്രോ ഇതിനൊക്കെ എന്ന് പറയുന്നത് ഇത് പെർമനൻ്റ് അല്ല, ഫസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പം അതെന്ന് പറയുന്നത് അതിന് ഒരു എന്താ പറയുന്നത് നമ്മളൊരു സെക്ഷൻ വേണ്ടി വരും, മെയിൻ്റനൻസ് സെക്ഷൻ. ഓക്കെ, അപ്പം അത് ഒരു തവണ ചെയ്തത് കൊണ്ട് 2 തവണ ചെയ്തത് കൊണ്ട് കാര്യമില്ല, അതിനൊരു മെയിൻ്റനൻസ് സെക്ഷൻ വേണം. അത് നമ്മൾ റെഗുലറായിട്ട് ചെയ്യണം, അതിന് പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്യണം. ടേക്ക് കെയർ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ഡെയിലി ലിപ്പ് ഇപ്പം എന്താ പറയുന്നത് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ പറയും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ. എന്നാൽ ലിപ്പ് ഒരു ഡാർക്ക്നെസ്സും ഉണ്ട്, അങ്ങനെയാണെങ്കിൽ മൈക്രോ പിഗ്മെൻറ്റേഷൻ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. ലിപ്പിനകത്ത് ഒരു ചെറിയ ടിൻറ്റ് കൊടുക്കുന്നതിനകത്ത് പ്രശ്നമില്ല, അതിനൊപ്പം തന്നെ അവരുടെ ആ ലിപ്പിനകത്തുള്ള ആ ഒരു ഡാർക്ക്നെസ്സും കുറച്ചൊന്ന് കുറയും. അപ്പം അത് ചെയ്തു കറക്റ്റ് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇതിന് എല്ലാത്തിനും നല്ല മോശം വശം പോലെ നല്ലതുമുണ്ട്. എത്ര രൂപയാകും ഒരു എമൗണ്ട് ഏകദേശം ഇപ്പം ലിപ്പും കണ്ണും ഒക്കെ ചെയ്യുന്നതിന്? ഇപ്പം മൈക്രോ ഇത് 8,000 വരുന്നുണ്ട്, 10,000 വരുന്നുണ്ട്, 6,000 ചെയ്യുന്നവരുണ്ട്. പ്രോപ്പറായിട്ട് നമ്മളിതൊരു മെഡിക്കൽ ഗ്രേഡ് ആയിട്ടുള്ള ഒരു ആളുടെ അണ്ടറിൽ, എക്സ്പേർട്ടിൻ്റെ അണ്ടറിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ മാം കേട്ടിട്ടുണ്ടാവും നമ്മുടെ തമന്ന പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അതായത് എന്താ നാക്കിനടിയിൽ തുപ്പലം എടുത്ത് പിമ്പിൾസിൽ തേച്ചാൽ പിമ്പിൾസ് കുറയാറുണ്ട്, അത് അവർക്ക് വർക്ക് ആവാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിൻ്റെ ഇടയിൽ സോഷ്യൽ മീഡിയയിൽ കുറേ ചർച്ചകൾ വന്നു, അങ്ങനെ അത് ഭയങ്കര അറപ്പാക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത്, ആക്നെ എന്ന് പറയുന്നത് തന്നെ ഒരു ഈ പ്രശ്നമാണ്, അതിൻ്റെ കൂടെ നമ്മൾ അടുത്തൊരു ബാക്ടീരിയൽ സാധനം വെച്ച് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ചർമ്മത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കി മാറ്റുമോ? എനിക്കങ്ങനെ വിശ്വാസമില്ല, അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇതേ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ 2-3 എനിക്കിങ്ങനെ ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്, അത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്. ഓക്കെ, അപ്പം ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല, ഞാനത് ചെയ്യാറില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം എന്ന് വെച്ചാൽ തെറ്റ് അങ്ങനെയല്ല. എനിക്ക് ചോദിക്കുകയാണെങ്കിൽ ഇന്ന കാരണം കൊണ്ട് അത് ഒരു ആൻറ്റി ബാക്ടീരിയൽ ആണ്, അപ്പം അതിന് പകരം പ്രോപ്പറായിട്ട് നമുക്കൊരു ഡോക്ടറിനെ കണ്ട് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കുമല്ലോ ബെറ്റർ. എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആ രീതിയിൽ ഫോളോ ചെയ്യാനേ പറയുള്ളൂ. അപ്പം ആ ഒരു കാര്യത്തിന് ഞാനും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. അത് നമുക്കൊരിക്കലും സ്കിന്നിന് ബെനിഫിറ്റ് ആവുമെന്ന് തോന്നുന്നുണ്ടായിരിക്കും, പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുവരുന്നതാണ് നമ്മുടെ കുഞ്ഞു മക്കളെ കൺമഷിയിലൊക്കെ എഴുതി ഇങ്ങനെ കുളിപ്പിച്ച് പൊട്ട് തൊടിയിച്ച് വലിയ പിരുകൊക്കെ എഴുതി വെക്കുമല്ലോ. അപ്പം അത്തരം പ്രൊഡക്റ്റുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലതാണോ? കാരണം പുറത്ത് രാജ്യങ്ങളിലൊന്നും കുട്ടികളെ ആ രീതിയിൽ ഉപയോഗിക്കാനൊന്നും സമ്മതിക്കില്ല എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇത് പരിശോധനയ്ക്ക് വിധേയമാകും, നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന കൺമഷിയൊക്കെ എടുത്ത് പുരുകൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ കുഞ്ഞു മക്കളുടെ സ്കിന്നൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ എഴുതാൻ പാടുണ്ടോ? അമ്മമാർ താലോലിച്ച് ഇങ്ങനെ ഓമനത്വം കൊണ്ട് സ്നേഹം കൊണ്ട് ഒരുക്കി എടുക്കുന്നതാണല്ലോ, അത് അവരുടെ സ്കിന്നിനെ ബാധിക്കുമോ? ഇപ്പോൾ ചിലപ്പോൾ ഏറെ കയറും, കാരണം പുറത്ത് ചെയ്യുന്ന എല്ലാം നിങ്ങൾ ചെയ്യുമെന്ന് ചോദിക്കും. ഓക്കെ, അങ്ങനെയില്ല, ഓരോരുത്തരുടെയും കൾച്ചർ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഒന്ന് പിന്നെന്ന് പറയുന്നത് പറഞ്ഞില്ല, കുഞ്ഞു കുട്ടികളുടെ സ്കിന്ന് ഭയങ്കര ജെൻറ്റിലാണ്. അപ്പം അവർക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇതൊന്നും വേണ്ട, ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ അമ്മമാർ താലോലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നവരുണ്ട്, പക്ഷേ ഒരുപാട് അമ്മമാർ ഇപ്പോൾ അതൊന്നും ഫോളോ ചെയ്യുന്നില്ല കേട്ടോ. കരി എഴുതി കൊടുക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരുന്നവർ എന്നെ പറയും ഫാമിലിയുടെ പ്രഷർ കാരണം ചെയ്യുന്നതാണ് ഡോക്ടർ, എനിക്കും അതിനോട് വലിയ താല്പര്യം ഇല്ല എന്നുള്ള. അവരുടെ ജെൻറ്റലായിട്ടുള്ള സ്കിന്നാണ്, ചിലപ്പം അതൊരു ഇൻഫെക്ഷനിലേക്കൊക്കെ ലീഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അങ്ങനത്തെ സംഭവങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അതിനെപ്പോഴും പറയുന്നത് പുരുക എഴുതി കൊടുത്താലാണ് ആ ഷേപ്പ് വരിക, കണ്ണെഴുതി കൊടുത്താലാണ് കണ്ണിന് കറുപ്പ് വരിക എന്നൊക്കെയാണല്ലോ. അതൊരു വാസ്തവം ഉണ്ടോ അതിനകത്ത്?
അങ്ങനെയൊന്നുമില്ല. നമുക്കിപ്പോൾ ജനറ്റിക് ആയിട്ട് ഹെറിഡിറ്ററി ആയിട്ട് എന്താണ് സംഭവം? ഇപ്പം പിഴക ഇല്ലാത്ത ഒരാൾക്കാണ് നമ്മൾ എത്ര എഴുതി കൊടുത്താലും വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പം അത് നമ്മൾ പണ്ട് മുതലേ എന്താ പിന്തുടർന്ന് പോകുന്ന കുറേ ചിട്ടകളുണ്ട് നമ്മുടെ നാട്ടിലുള്ള. അതിൻ്റെ ഭാഗമാണ്, അത് മോശം എന്നല്ല. ഈ ബോഡി ക്രീം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? 100% പ്യുവർ ആയിട്ടുള്ള ബോഡി ക്രീമുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പരസ്യങ്ങൾ കാണാറുണ്ട്. 100% പ്യുവർ ആയിട്ട് ഒരു ബോഡി ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? 100% അത് പ്രിസേർവ് ചെയ്യണമല്ലോ. അപ്പം അതിന് പ്രിസേർവ് ചെയ്യണമെങ്കിൽ കുറച്ചൊരു മീഡിയം വേണം. അപ്പം അവിടെ തന്നെ അത് കുറച്ച് നമുക്ക് 100% ഓർഗാനിക് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒന്ന് തെറ്റിപ്പോവാം. ഓക്കെ, അപ്പം നമ്മളിപ്പം വീട്ടിൽ തന്നെ ഇപ്പം ഒരു 100% ഓർഗാനിക് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കുന്നു. എത്ര നേരം നമുക്കത് പുറത്തെടുത്ത് വെക്കാൻ പറ്റും? പറ്റില്ല, പോകും. അപ്പം അതെന്ന് പറയുന്നത് അതിൻ്റേതായിട്ടുള്ള പ്രിസേർവിങ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ രീതിയിൽ ഉണ്ട്. അപ്പോൾ ബോഡി ക്രീം ആയാലും ശരി, കൂടുതലായിട്ടും ബോഡി നറിഷിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് കൂടുതലായിട്ടും ഒരു എക്സ്പേർട്ടിനെ കാണുകയാണെങ്കിൽ അവർ സിറമൈഡ്, ഇപ്പോൾ എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഞാൻ സിറമൈഡ് കണ്ടൻറ്റൊക്കെ ഉള്ള ഹൈലൂറോണിക് ആസിഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി ബട്ടേഴ്സ് കാണും, അല്ലെങ്കിൽ ബോഡി കണ്ടീഷണേഴ്സ് ഉണ്ട്. അങ്ങനത്തെ നമ്മൾ മെഡിക്കൽ ഗ്രേഡ് എന്താണ് അവരുടെ കൺസേൺ അതിനനുസരിച്ച് ഒരെണ്ണം പ്രിസ്ക്രൈബ് ചെയ്യും. ഈ സ്ട്രെച്ച് മാർക്ക് ആളുകൾക്ക് ഭയങ്കരമായി ബാധിക്കുന്ന ഒന്നാണല്ലോ, എസ്പെഷ്യലി ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ശേഷം. അപ്പം ഇപ്പം നമ്മുടെ ബോഡിയിലാണെങ്കിലും വണ്ണം വെക്കുന്നതിനനുസരിച്ചും മെലിയുന്നതിനനുസരിച്ചും ഒക്കെ സ്ട്രെച്ച് മാർക്കുകൾ നമുക്ക് കാണാമല്ലോ. അത് ആളുകളെ കൂടുതലായിട്ട് എന്താ പറയുക കോൺഷ്യസ് ആക്കുന്നുണ്ട് സ്ട്രെച്ച് മാർക്ക്. അപ്പോൾ സ്ട്രെച്ച് മാർക്ക് മാറാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? ഓക്കെ, നമ്മൾ സ്ട്രെച്ച് മാർക്ക് മാറുക എന്ന് പറയുമ്പോൾ എത്രത്തോളം ഡ്യൂറേഷനിലുണ്ട്. ചിലവർ പ്രഗ്നൻസി കഴിയുമ്പോഴേ എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പം നമ്മളത് നോക്കിയിട്ട് അതിന് പറ്റുന്ന ഇപ്പം എന്തായാലും ഒരു ടോപ്പിക്കിൽ ഓയിൽമെൻറ്റ് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് സേഫ് ആയിട്ടുള്ള ഫീഡിങ് ഒക്കെ ആണെങ്കിൽ അതിന് സേഫ് ആയിട്ടുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ഒക്കെയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. ഡെപ്ത് എങ്ങനെയാണ്, എത്രത്തോളം ആ സ്ട്രെച്ച് മാർക്കിൻ്റെ ഡ്യൂറേഷൻ്റെ ഡെപ്ത് ഉണ്ട്, ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ സ്ട്രെച്ച് മാർക്കിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കസ്റ്റമൈസ് ചെയ്യുന്നത്. ഗ്ലൂട്ടാത്തയോണും കൊറിയൻ സ്കിന്നും ഭയങ്കര ട്രെൻഡിങ് ആണ്. അത് ഗ്ലാസ് സ്കിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരം കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്കും നമ്മുടെ ഇവിടുത്തെ ഒരു രീതിക്കും ഒക്കെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ചത് കൊണ്ട്? ഇല്ല, നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ജീൻസ് ഉണ്ട്, നമ്മുടേതായിട്ടുള്ള ക്ലൈമറ്റ് ഉണ്ട്, നമ്മുടേതായിട്ടുള്ള ഭക്ഷണ രീതിയുണ്ട്. ഇതിനനുസരിച്ചുള്ള സ്കിന്നാണ് നമുക്കുള്ളത്. ഓക്കെ, കൊറിയക്കാരുടെ സ്കിൻ, അവരുടെ ജീൻസ് ഡിഫറെൻ്റ് ആണ്, അവർക്ക് അപ്പം അവരുടെ ക്ലൈമറ്റ് ഡിഫറെൻ്റ് ആണ്, അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ഡിഫറെൻ്റ് ആണ്. ആ രീതിയിലുള്ള ഒരു സ്കിന്നാണ് അവർക്കുള്ളത്. അപ്പം ഇത് ഇൻസ്പയർഡ് ആയിട്ട് ഒരുപാട് കൊറിയൻ സ്കിൻ കെയർ റുട്ടീൻ വരുന്നുണ്ട്, പ്രോഡക്ട്സ് വരുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് അവരുടെ സ്കിന്നിനകത്തുള്ളതാണ്. നമ്മുടെ സ്കിൻ എങ്ങനെയാണോ അതിനെ ബെറ്റർ ആക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു തിങ്. പണ്ടൊക്കെ കുറച്ച് നാൾ മുന്നേ സ്കിൻ വൈറ്റനിങ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പം ആൾക്കാർ ഏറ്റവും കൂടുതലും അട്രാക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കൊറിയൻ ഗ്ലാസ് സ്കിൻ അല്ലെങ്കിൽ ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്നത്, വിച്ച് ഈസ് അൾട്ടിമേറ്റ്ലി ദ ഹെൽത്തി സ്കിൻ. ഓക്കെ, നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആകുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, അതാണ് നമ്മുടെ ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്നത്. ഒരു 50 വയസ്സ് കഴിഞ്ഞ ഒരാൾ അവരുടെ സ്കിൻ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, 50 വയസ്സ് കഴിഞ്ഞെന്ന് പറയുമ്പം അവിടെ ഇപ്പം ലേഡീസ് ആണെങ്കിൽ അവിടെ മെനോപോസ് ചേഞ്ചസ് വരും, ഹോർമോണൽ ഇംബാലൻസ് വരും, അതിൻ്റേതായിട്ടുള്ള പിഗ്മെൻ്ററി ഡിസോർഡേഴ്സ് ഒക്കെ നമ്മുടെ സ്കിന്നിനകത്ത് കാണിക്കും. അതുപോലെ തന്നെ 50+ എന്ന് പറയുമ്പോഴേക്കും ചിലപ്പം ഏജിങ് കൺസേൺ ആയിട്ടുള്ള സൈൻസ് ഒക്കെ നമ്മുടെ ഫേസിനകത്തും സ്കിന്നിനകത്തും കാണിക്കും. അപ്പം ആ രീതിയിലുള്ള ഒരു ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ് പ്ലസ് പ്രോപ്പറായിട്ടുള്ള ഒരു ന്യൂട്രീഷണൽ സപ്പോർട്ടും ഒക്കെ കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും ഏറ്റവും ബെറ്റർ. മലയാളികൾ വരുത്തുന്ന അവരുടെ സ്കിൻ കെയർ റൊട്ടീനിൽ ഏറ്റവും വലിയ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്? കൂടുതലായിട്ടും നമ്മുടെ മലയാളികളിൽ വരുന്നത് ഈ എണ്ണ കൊണ്ടിട്ടുള്ള കുറച്ച് ഒരു എന്താ പറയുന്ന ട്രീറ്റ്മെൻറ്റ്സ് അവർ തന്നെ റുട്ടീൻ്റെ പാർട്ടാക്കാറുണ്ട്. അപ്പം അത് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഒരു എന്താ പറയുന്ന ഒരു ആക്നെ രീതിയിലേക്ക് മാറാറുണ്ട്. അപ്പോൾ എനിക്കത് കുറച്ചൊന്ന് ചേഞ്ച് ചെയ്യണം എന്ന് തോന്നാറുണ്ട്. യൂസ് ചെയ്തോളൂ, യൂസ് ചെയ്യേണ്ട എന്നല്ല, പക്ഷേ അത് യൂസ് ചെയ്യുന്നതിനൊപ്പം പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. എനിക്കറിയാവുന്ന കുറേ പേര് അത് ഓവർനൈറ്റൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് കിടക്കാറൊക്കെ ഉണ്ട്. നല്ലതാണ്, രാവിലെ എണീക്കുമ്പോൾ കുറച്ചും കൂടി ഒരു നറിഷിങ് എഫക്റ്റ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് പിന്നെ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന കാര്യമുണ്ട്. അപ്പം വെച്ചാൽ കുളിക്കരുത് എന്നല്ല, ഡെയിലി ഹെയർ വാഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടെ ഹെയറിന് ഡാമേജ് വരാനായിട്ട് സാധിക്കും. അപ്പം ഹെയർ വാഷ് ഒന്ന് സ്കെഡ്യൂൾ ചെയ്യാനായിട്ട്, അത് എസ്പെഷ്യലി ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കേരളത്തിലുള്ള നമ്മളെന്നും ഹെയർ വാഷ് ചെയ്ത് കുളിക്കും. ഓക്കെ, കുളിക്കില്ല എന്നല്ല, അത് രണ്ട് എൻറ്റിറ്റിയാണ് കേട്ടോ, അത് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ പുറത്തുള്ളവരങ്ങനെ അവർ സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പം എനിക്ക് നമ്മുടെ നാട്ടിൽ തോന്നിയിട്ടുള്ളതാണ് ഹെയർ വാഷ് ചെയ്യുന്നത് ഒന്ന് വീക്ക്ലി ഒന്ന് സ്കെഡ്യൂൾ ചെയ്യുക. പിന്നെ കൂടുതലായിട്ടും ഓയിലി ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് സ്കിന്നിൽ യൂസ് ചെയ്യുക എന്നുള്ളത്.
മുടി കളർ ചെയ്യുന്നത് ഒരു എന്താ മുടീനെ ഡാമേജ് ആക്കാനുള്ള ചാൻസസ് ഉണ്ടോ? നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണല്ലോ മുടി കളർ ചെയ്യുക, അത് കഴിഞ്ഞതിന് ശേഷം മുടി പൊട്ടിപ്പോയി, മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നു, ഇത്തരം വാദങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ആളുകൾ സങ്കടം പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ മുടി കളർ ചെയ്യുന്നത് മുടീനെ ഡാമേജ് ആക്കാനുള്ള ചാൻസസ് ഉണ്ടോ? ഓക്കെ, ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. ആൾക്കാർ എന്നെ ചോദിക്കും എൻ്റെ മുടിയാണ് അത് കളർ ചെയ്യുമ്പോൾ അത് നല്ലതല്ല എന്ന് നമുക്കറിയാം. പക്ഷെ നമുക്കത് പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ പോലെ തന്നെ ഹെയർ കെയർ റുട്ടീനും ഉണ്ട്. പ്രോപ്പറായിട്ടുള്ളൊരു ഹെയർ കെയർ റുട്ടീനും പ്രോപ്പറായിട്ടുള്ള നമ്മൾ വളരെ ഈസിലി കുറച്ചും കൂടെ ചീപ്പായിട്ട് കിട്ടുന്ന ഹെയർ കളേഴ്സ് അങ്ങനത്തെ യൂസ് ചെയ്യരുത്. അപ്പം കുറച്ചും കൂടെ നല്ല വെച്ചാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ് നല്ലൊരു ബ്രാൻഡ് ചൂസ് ചെയ്ത് അത് അതിൻ്റെ എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോയി തന്നെ ചെയ്ത് അത് പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്രത്തോളം ഡാമേജ് ഉണ്ട് അതിൻ്റെ കുറേ ശതമാനം വരെ നമുക്കൊന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ മാറി മാറി വരാറുണ്ടല്ലോ, തണുപ്പുണ്ട്, ചൂടുണ്ട്, ഇങ്ങനെ. നമ്മുടേത് ഹ്യൂമിഡാണ് കുറച്ചും കൂടെ നമ്മുടെ കേരളത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കൊറിയൻ പ്രോഡക്ട്സ് ആയാലും പല പ്രോഡക്ട്സ് ആയാലും വരുമ്പോഴേക്കും നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഹ്യൂമിഡാണ്. നമുക്ക് എല്ലാ പ്രോഡക്ട്സും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ക്ലൈമറ്റ് മാറുന്നതിന് നമുക്ക് നേരിടുന്ന ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് ഹ്യൂമിഡിറ്റിയാണ്. ഈ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ നമ്മളുടെ ശരീരം റാഷസ് പോലെ വരികയും ചൊറിയുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥയുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള പൗഡറുകളൊക്കെ ഇട്ട് കൊടുക്കുന്ന രീതിയുണ്ട്. അതാണോ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത്? ഓക്കെ, നമുക്ക് ഈ പറഞ്ഞ പോലെ അത് പ്രോപ്പറായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് കാണുക, എന്താണ് അത് ഒരു ഇൻഫെക്ഷനിലേക്ക് പോകുക എന്താണെന്നുള്ളത് നോക്കിയിട്ട് അത് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളൊരു പൗഡർ ഇട്ട് കൊടുത്ത് അതങ്ങനെ മാറത്തൊന്നുമില്ല. അപ്പോൾ അത് അത്തരം പരസ്യങ്ങളൊക്കെ കാണുന്നതും അത്തരം നമ്മൾക്കാണെങ്കിലും ഇപ്പം ചൂടുകുരു പൊങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില പൗഡർ നമ്മുടെ കയ്യിൽ തന്നിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറയുമല്ലോ. അപ്പം അതിന് കൂടുതൽ മോശം അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഒരു ഡോക്ടറിനെ കണ്ടില്ല, നമ്മൾ റാൻഡം ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് കുറച്ചും കൂടി ഒരു മോശം അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ കണ്ടതാണ്, ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്നതാണ്, ഭയങ്കര ട്രെൻഡിങ്ങും ആയിട്ടുണ്ടാവും, ഡോക്ടറും കണ്ടിട്ടുണ്ടാവും, ഐസ് ക്യൂബ് മുഖം ഉപയോഗിച്ച് മുഖം കഴുകുക, അല്ലെങ്കിൽ ഐസ് ക്യൂബിൽ മുഖം ഇങ്ങനെ മുക്കി വെക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. അത് നന്നാകും, സ്കിന്നിനെ കുറേയധികം ഗുണം ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ചെയ്യുന്നത് സ്കിന്നിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഓക്കെ, അതൊരു കൂൾ വാട്ടറാണ്. എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്, കുറച്ചും കൂടെ ഫേസിനെ ഡീപ്പ് പഫ് ചെയ്യാനായിട്ട്. ഓക്കെ, കുറച്ചും കൂടെ ഫേസിനകത്തുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് നമുക്കത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പക്ഷേ ഡയറക്റ്റായിട്ട് ഈ ഐസ് ഫേസിൽ വെച്ച് റോള് ചെയ്യുന്നതിന് പകരം ഐസ് വാട്ടറായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതല്ല. പക്ഷെ അത് ഒരുപാട് ഭയങ്കര തണുപ്പായിട്ട് വെച്ച് ചെയ്യണമെന്നൊന്നുമില്ല. അത് ഈ ചിലർ ഡിപ്പ് ചെയ്ത്, ഇപ്പം ഇടയ്ക്ക് ആലിയ ഭട്ടാണോ പ്രിയങ്കയാണോ ഒരു സെലിബ്രിറ്റി ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് അങ്ങനെ അതൊരു ട്രെൻഡായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. നല്ലതാണ് അത് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടെ അതൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കുറച്ച് നമ്മൾ പൊടിക്കൈകളെന്ന് പറയത്തില്ലേ, ഈ ഐസ് വാട്ടർ കൊണ്ട് ഫേസ് വാഷ് ചെയ്യുക, ഇതൊക്കെ എന്ന് പറയുന്നത് ആ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ചെറിയ പൊടിക്കൈയാണ്. അപ്പം അത് കുറച്ചും കൂടെ ഡീപ്പ് ഓഫ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം ആലിയ ഭട്ടിന്റെ ഒക്കെ പേര് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് കൂടുതലായിട്ട് നോ മേക്കപ്പ് ലുക്ക് ആണല്ലോ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. അത് ഇവിടെയും ട്രെൻഡ് ആവുന്നുണ്ട്. ഒരു നോ മേക്കപ്പ് ലുക്കിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നോ മേക്കപ്പ് ലുക്ക് എന്ന് പറയുമ്പം സ്കിന്ന് കുറച്ച് നമ്മുടെ സ്കിന്ന് ഏത് രീതിയിലാണ് നമുക്ക് അതിനെ ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പം മുന്നേയൊക്കെ നമ്മളൊരു വെഡ്ഡിങ് ടൈമൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് മേക്കപ്പൊക്കെ യൂസ് ചെയ്തിരുന്ന നമ്മുടെ മലയാളികൾ ഇപ്പം ഈ നമ്മുടെ ബോളിവുഡ് സെലിബ്രിറ്റീസിനെ കണ്ടിട്ട് കുറച്ചും കൂടെ നോ മേക്കപ്പ് ലുക്ക്. അപ്പം അങ്ങനെയാണ് ഈ പ്രീ വെഡ്ഡിങ് ആയിട്ടുള്ള കുറച്ച് ആ ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് സ്കിന്നിനെ ഒന്ന് ഹെൽത്തി ആയിട്ട് എടുക്കുക. സ്കിന്നെ ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ തന്നെ അതൊരു നോ മേക്കപ്പ് ലുക്കാവും. അതിപ്പോൾ നിങ്ങൾ ഏത് ടോണായാലും ശരി, ഡാർക്കായാലും ശരി, ലൈറ്റ് ആയാലും ശരി, സ്കിന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കുക, അതിൽ തന്നെ ഭംഗി, അതൊരു നോ മേക്കപ്പ് ലുക്ക് തന്നെയാണ്. അപ്പം അതിന് നിങ്ങൾക്ക് എന്താണ് സ്കിന്നകത്തുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈൽ മുതൽ ഫുഡ് ഹാബിറ്റ്സ് മുതൽ നമ്മുടെ ബേസിക് സ്കിൻ കെയർ വരെ നമ്മളത് ചേഞ്ച് ചെയ്യണം. നമ്മൾ സൺസ്ക്രീനിനെ കുറിച്ച് ഒന്ന് സംസാരിച്ചു, പക്ഷെ അതിനകത്ത് ചോദിക്കാൻ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതായത് ഒരു സൺസ്ക്രീൻ രാവിലെ ഇപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അന്ന് വൈകുന്നേരം വരെ സൺസ്ക്രീൻ പിന്നെ ഉപയോഗിക്കേണ്ടത്, അതോ ഇടയ്ക്ക് നമ്മൾ വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാണ്? ഓക്കെ, സൺസ്ക്രീൻ ചൂസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ SPF ശ്രദ്ധിക്കുന്നത്, അതുപോലെ തന്നെ PA ഫാക്ടർ എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പം ഇത് രണ്ടും എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ സൺസ്ക്രീൻ ചൂസ് ചെയ്യാനായിട്ട്. നമ്മൾ 40 SPF മുതൽ നമ്മൾ 30 SPF 40 SPF ആണ് നമ്മൾ മിനിമം പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ വൺസ് രാവിലെ മാത്രം സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് കാര്യമില്ല, റീ ആപ്ലിക്കേഷൻ ഭയങ്കരമായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. എത്രത്തോളം അത് എക്സ്പോഷർ ആവുന്നു അതിനനുസരിച്ച് നമ്മൾ റീ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ അത്രത്തോളം സൺസ്ക്രീൻ നമ്മൾ ഫോട്ടോ ഡാമേജ് കൊണ്ടുള്ള ഒരു സ്ക്രീനിങ് പ്രൊട്ടക്ഷനാണ് വരുന്നത്, സണ്ണിൽ നിന്നുള്ളൊരു സ്ക്രീനിങ് എഫക്റ്റ്. അപ്പം അതിൻ്റെ പേർപ്പസ് മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെയാണ് അഡിക്വേറ്റ് ക്വാണ്ടിറ്റിയിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളത്. ചിലരത് 2 ഫിംഗർ റൂൾ 3 ഫിംഗർ റൂൾ എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യുന്നതുണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ്, റീ ആപ്ലിക്കേഷനും ചെയ്യുക, അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്യുക, പിന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു SPFും PA ഫാക്ടറും ഉള്ള സൺസ്ക്രീൻ ചൂസ് ചെയ്യുക. ഇത് റീഅപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് വാഷ് ചെയ്യേണ്ടതുണ്ടോ? ഇല്ല,
ഇല്ല. അത് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ വീണ്ടും ഫേസ് വാഷ് ചെയ്യണോ, ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് വീണ്ടും പ്രോപ്പർ ഒരു വാട്ടറിൽ തന്നെ വാഷ് ചെയ്താൽ മതി, അതോ ഫേസ് വാഷ് തന്നെ യൂസ് ചെയ്തിട്ട് ക്ലെൻസ് ചെയ്യണമെന്നുള്ളത്. ഫേസ് വാഷ് യൂസ് ചെയ്ത് ക്ലെൻസ് ചെയ്യണമെന്നില്ല. നമ്മൾ ഫേസ് വാഷ് മോർണിംഗും നൈറ്റും ദിവസം 2 തവണ മാത്രം യൂസ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ വരുന്നതെന്ന് പറയുന്നത് സൺസ്ക്രീനിൽ വരുമ്പോഴേക്കും അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമ്മൾ സ്കിന്നിൽ ഇപ്പം അതിൻ്റെ പുറത്ത് കൂടെ അന്ന് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പം അതുപോലെ തന്നെ ടിൻറ്റഡ് സൺസ്ക്രീനും അവൈലബിൾ ആണ്. മേക്കപ്പ് യൂസ് ചെയ്യുന്നവരാണ് എങ്കിൽ, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെയാണ് എങ്കിൽ കുറച്ചും കൂടി പിഗ്മെൻറ്റേഷൻ വരുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ടിൻറ്റഡ് സൺസ്ക്രീനാണ്. അപ്പം അതൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും സൺസ്ക്രീനിൻ്റെ നമ്മുടെ ഫേസിൽ ടോപ്പിക്കലി നമുക്ക് അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്കൂടെ എപ്പോഴും ഫേസ് പോയി വാഷ് ചെയ്യണമെന്നൊന്നുമില്ല. അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് പറഞ്ഞിട്ട് ഞാനൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ അത് പിന്നെ ആൾ യൂസ് ചെയ്യത്തുമില്ല. ഫേസ് വാഷിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ട്രെൻഡ് ആയതായിരുന്നു ഫേസ് സ്ക്രബ്. ഫേസ് സ്ക്രബ് മുഖത്തിന് കൂടുതൽ എന്താ പറയുക, ഇൻസ്റ്റന്റ് ആയിട്ടൊരു നമുക്കൊരു വൈറ്റനിങ് കിട്ടും, അല്ലെങ്കിൽ കുറച്ചും കൂടി ബ്രൈറ്റ്നസ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫേസ് സ്ക്രബുകൾ ഇപ്പോൾ നമ്മുടെ വിപണിയിൽ എത്തിയിരിക്കുന്നത്. അപ്പം ഫേസ് സ്ക്രബ് നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ടതുണ്ടോ? ഫേസ് സ്ക്രബ് യൂസ് ചെയ്യാൻ പാടുണ്ടോ? ഫേസ് സ്ക്രബ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ ഡെയിലി യൂസ് ചെയ്യുന്നത് നല്ലതല്ല. ഫേസിനകത്ത് സ്ക്രബ് ചെയ്യുക എന്ന് പറയുന്ന ഒരു എക്സ്ഫോളിയേഷനാണ് വരുന്നത്. കുറച്ച് നാളെയൊക്കെ മുന്നേ ഈ പഞ്ചസാരയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫേസിൽ സ്ക്രബ് ചെയ്യുന്നതാണ്. തക്കാളിയും അതെ, തക്കാളിക്ക്. അപ്പം അതെന്ന് പറയുന്നത് ബേസിക്കലി അവർ യൂസ് ചെയ്യുന്ന പറയുന്നത് ഒരു എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ടാണ്. അപ്പം ഡെയിലി എക്സ്ഫോളിയേഷൻ നമ്മുടെ സ്കിന്നിന് നല്ലതല്ല. ഓക്കെ. അപ്പോൾ ചില ഫേസ് വാഷിൽ തന്നെ ചില എക്സ്ഫോളിയേറ്റിംഗ് കണ്ടൻസ് കാണും. ഈ കണ്ടൻസ് ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ടും ഡാമേജ് വരും. സ്കിന്നകത്തുള്ള ബാരിയർ ഡാമേജ് വരും. ഈ ഡാമേജ് വന്നു കഴിഞ്ഞാൽ വീണ്ടും പിഗ്മെൻറ്റേഷൻ വരും. അത് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ഒരു പിഗ്മെൻ്ററി ഡിസോർഡറിലേക്ക് പോയി വെളുക്കാൻ വെച്ച പണ്ടായ എഫക്റ്റ് ആവും. അപ്പം അത് ഡെയിലി യൂസ് ചെയ്യുന്നത് നല്ലതല്ല. വൺസ് ഇൻ എ വൈൽ സ്കിൻ എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ട് ഓക്കെയാണ്. എൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ചോദിച്ചോട്ടെ, ആഴ്ചയിൽ ഒന്നൊക്കെ അപ്പോൾ സ്ക്രബ് ചെയ്താൽ മതിയാവും? നമുക്കത് സ്ക്രബ് യൂസ് ചെയ്യുമ്പോൾ ഫേസ് വാഷിൻ്റെ ഒക്കെ ഒപ്പം തന്നെയുള്ള സ്ക്രബാണോ, അതോ നമ്മൾ വീട്ടിലുള്ള ഹോം റെമഡീസ് ഉണ്ടല്ലോ? ഇപ്പോൾ ഹോം റെമഡീസ് അല്ല, നമ്മൾ എപ്പോഴും പറയുന്നതാണ് കിച്ചണിലേക്കുള്ള കാര്യങ്ങളായിരിക്കും, നമ്മൾ കഴിക്കാനുള്ള കാര്യങ്ങൾ അതിലേക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് മെഡിസിൻസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ. ചില ഫേസ് വാഷിൽ തന്നെ സ്ക്രബിങ് എഫക്റ്റ് ഉണ്ട്. അപ്പം അത് നമ്മളൊരു ഡോക്ടറിനെ കാണുവാണെങ്കിൽ അത് ഡോക്ടർ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ് നിങ്ങളുടെ സ്കിന്നിലേക്കും സ്കെഡ്യൂൾ ചെയ്ത് യൂസ് ചെയ്യേണ്ടത് പ്രോപ്പറായിട്ടും അവർ ഡിറക്റ്റ് ചെയ്ത് കൊടുക്കും എങ്ങനെയാണെന്നുള്ളത്. അപ്പം അതായിരിക്കും ഏറ്റവും ബെറ്റർ നമ്മൾ ഈ ഹോം റെമഡീസ് ചെയ്യുന്നതിനേക്കാളും. ബോഡി മസാജ് ചെയ്യുന്നത് നല്ലതാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ട പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്? ബോഡി മസാജിങ് നല്ലതാണ്. നമ്മൾ ഫേസ് മസാജ്, ഫേസ് യോഗ എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടെ ഫേസിൽ ആ ഒരു ലിംഫാറ്റിക് ഡ്രെയിനേജ് ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് കുറച്ചും കൂടെ ഡീപ്പ് പഫ് ചെയ്യാനാണ് വരുന്നത്. ഓക്കെ. ഡ്രെയിൻ ഔട്ട് ചെയ്തിട്ട് സെയിം തന്നെയാണ് ബോഡി മസാജും ഇതും വരുന്നത്. നമുക്കൊരു ലിംഫാറ്റിക് ഡ്രെയിനേജ് വന്നിട്ട് കുറച്ചും കൂടെ ഒരു നീരൊക്കെ വറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ചിലർ ഈ ഓയിൽസ് ഒക്കെ യൂസ് ചെയ്യും. അതിൽ തെറ്റില്ല. ഹെന്ന ഇപ്പോൾ കൂടുതലായി ചെയ്യാറുണ്ട്. മുടി ഇപ്പോൾ നരയ്ക്കുന്ന ഒരു കാര്യത്തിലൊക്കെ ആണെങ്കിലും ഇപ്പം നേരത്തെ മുടി വൈറ്റനിങ് ആകുമ്പോൾ വൈറ്റ് കളറിലേക്ക് വരുമ്പോഴത്തേനും ആളുകൾ ഹെന്ന ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എത്രത്തോളം ആയിരിക്കണം നമ്മൾ ഹെന്ന ചെയ്യുമ്പോൾ? ഈ ചിലവർക്ക് ജനറ്റിക് ആയിട്ട് വളരെ നേരത്തെ തന്നെ മുടി നരയ്ക്കുന്ന ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ. പാരമ്പര്യമായിട്ട് ചിലവർക്ക് ലേറ്റ് ആയിട്ട് നരയ്ക്കത്തുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ഹെയർ ഡൈ യൂസ് ചെയ്യുന്ന ചിലവരുണ്ട്. ചിലവർ ഹെന്ന, മെഹന്തി. ബേസിക്കായിട്ട് ആ വൈറ്റ് ആയിട്ടുള്ള ഹെയറിനെ ഒന്ന് മാസ്ക് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പർപ്പസ്. അപ്പം അത് ഇപ്പം ഹെന്നയാണ് എങ്കിൽ എന്നാൽ പോലും ഒരു 14 to 21 ഡേയ്സാണ് ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പം അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുമോ? നേരത്തെ മുടി ഇപ്പോൾ നരയ്ക്കുന്നു, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കാനുണ്ടോ? നമ്മൾ അതിനായിട്ട് ന്യൂട്രീഷണൽ കറക്ഷനൊക്കെ ചെയ്യാറുണ്ട്. പ്രോപ്പറായിട്ട് നമ്മൾ സ്കിൻ കെയർ റുട്ടീൻ പോലെ ഗ്രേ ഹെയറിന് വേണ്ടിയിട്ടുള്ള ഹെയർ റുട്ടീനും സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ മുഖം കഴുകുന്നത് നല്ലതാണ് എന്ന് പറയുന്നിട്ട്. അപ്പം അതിൽ വാസ്തവമുണ്ടോ? ഡെയിലി ചെയ്യുന്നത് നല്ലതല്ല, വല്ലപ്പോഴും ഈസ് ഓക്കെ. എന്തും ഡെയിലി ചെയ്യുന്നത് നല്ലതാണ്. അധികമായാൽ അമൃതം വിഷം എന്ന് പറയില്ലേ. കാരണം നമ്മൾ ഡെയിലി ഇപ്പോൾ സ്റ്റീം, ഇളം ചൂടുവെള്ളം എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ രണ്ടാമത്തെ ഒരു ഇതെന്ന് പറയുന്നതാണ് സ്റ്റീം ചെയ്യുക. ഇടയ്ക്ക് ഭയങ്കര ഒരു ട്രെൻഡായിരുന്നു ഫേസ് സ്റ്റീം ചെയ്യുക. അത് കുറച്ചും കൂടെ കുറച്ച് ഓപ്പൺ പോർ ഉള്ള ഒരാളായിരിക്കും. പിന്നീട് അത് ഡെയിലി യൂസ് ചെയ്ത് വരുമ്പോഴേക്കും കുറച്ചും കൂടെ ഓപ്പൺ പോസ് വിസിബിൾ ആവും. അപ്പോൾ നമ്മൾ ഈ ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ ചിലപ്പം അത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതൊരു ഓപ്പൺ പോസ് കുറച്ചും കൂടി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കാണുന്ന രീതിയിലേക്ക് ലീഡ് ചെയ്തു വന്നിരിക്കും.
നമ്മൾ ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും മുടി ഹീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതായത് സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ റൂമിൽ നിന്ന് തന്നെ ഹീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് നമ്മുടെ മുടിനെ കൂടുതൽ ഡാമേജ് ആക്കാനുള്ള ചാൻസസ് ഉണ്ടോ? ഉണ്ട്. അപ്പം അത് ഇപ്പം നമുക്ക് ചിലപ്പം അൺഅവോയ്ഡബിൾ ആയിരിക്കും. ഇപ്പം ഹെയർ ഡ്രയർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് ആ ഒരു സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യാൻ പറ്റാത്തവരായിരിക്കും. അപ്പം അതിന് മുന്നേ നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കാം. നമ്മൾ ഡയറക്റ്റായിട്ടും ഹെയറിലേക്ക് കുറേ അടുപ്പിച്ച് സ്കാൽപ്പിലേക്ക് അടുപ്പിച്ച് വെച്ചിട്ട് ഹെയർ ഡ്രയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡാമേജ് കൂട്ടും. നമുക്കൊരു കുറച്ച് ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഹെയർ സ്പ്രേസ്, ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയാലും ഹെയർ ഇപ്പോൾ സ്ട്രൈറ്റനിങ്ങിന് മുന്നേ ആയാലും പ്രൊട്ടക്റ്റിംഗ് സ്പ്രേസ് കിട്ടും. അപ്പം അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇത് യൂസ് ചെയ്ത് വരുന്ന ഒരു ഡാമേജിൽ നിന്നും കുറച്ചൊരു പ്രൊട്ടക്ഷൻ വരും. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡാമേജിൻ്റെ ഫ്രീക്വൻസി ഒന്ന് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ ഈ ഷാമ്പുവും കണ്ടീഷണറും ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അത് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഷാമ്പു, കണ്ടീഷണർ നമ്മളെ സ്കിൻ ടൈപ്പ് പോലെ തന്നെ സ്കാൽപ്പിനും ഹെയറിനും ടൈപ്സ് ഉണ്ട്. ചിലരുടെ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആയിരിക്കും, ചിലർക്ക് ഓയിലി ആയിരിക്കും. അപ്പം ആ ഒരു നിങ്ങളുടെ സ്കാൽപ്പിൻ്റെ ആ ഒരു കണ്ടീഷൻ അറിഞ്ഞിട്ട് വേണം ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്യുക. പിന്നെ ഏത് ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്താലും ഈ പറഞ്ഞ പോലെ പാരബൻ സൾഫേറ്റ് ഫ്രീ ഷാമ്പു കണ്ടീഷണർ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോരുത്തരുടെയും കൺസേൺ ഡിഫറെൻ്റ് ആയിരിക്കും. ഹെയർ ഫോൾ ആയിരിക്കും, ഡാൻഡ്രഫ് ആയിരിക്കും. അപ്പം അവിടെ തന്നെ ഡിഫറൻസിയേഷൻ ഉണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് ചെയ്യുക. പിന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന ആ ഒരു ഇത് മാറ്റുന്നതായിരിക്കും നല്ലത്. വീക്ക്ലി വൺസ് ഓർ ട്വൈസ്. സലൂണിൽ പോയി ഹെഡ് മസാജ് ചെയ്യുന്നത് നല്ലതാണോ? നമ്മൾ ട്രീറ്റ്മെൻറ്റ് മാസത്തിൽ ഒന്ന് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ടല്ലോ. അത് നമ്മൾ സലൂൺസിൽ പോയി തന്നെ ചെയ്യുന്നതാണോ, അതോ നമ്മൾ വീട്ടിലിരുന്ന് എണ്ണയൊക്കെ വെച്ച് നമ്മുടെ തല മസാജ് ചെയ്ത് കൊടുക്കുന്നതാണോ നല്ലത്? വീട്ടിൽ ചെയ്താലും മതിയായിരിക്കും. എന്തിനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്, അത് നമ്മുടെ കൺസേൺ എന്താണ്, ഇപ്പം എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പോകുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടെ ഗ്ലോ ചെയ്യിക്കാൻ പറ്റുന്ന എന്തെങ്കിലും റെമഡീസ് ഉണ്ടോ? ഹോം റെമഡീസ് ഇല്ല. ഞാൻ പേഴ്സണലി പറയാറില്ല ഹോം റെമഡീസ്. പിന്നെ നാച്ചുറലായിട്ട് കിട്ടുന്ന ഈ ഇപ്പം ഞാനിപ്പോൾ അലോവേറ പറഞ്ഞു, ഇതിപ്പോൾ അലർജിയുള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് പേഴ്സണലി ഞാൻ ഹോം റെമഡീസ് പറയാത്തത്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്കിന്നകത്ത് യൂസ് ചെയ്യുന്ന ജനറലായിട്ടുള്ള ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, അത് തന്നെ ധാരാളമാണ്. കാരണം റോ ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര പ്യുവർ ആയിരിക്കും. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇപ്പോൾ ഒരു മഞ്ഞളായാലും ശരി, ഇപ്പോൾ കറ്റാർവാഴ ആയാലും ശരി, പക്ഷേ അത് റോങ് ആയിട്ടുള്ള ഒരാളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് മോശപ്പെട്ടു പോകും. ഡോക്ടറിൻ്റെ ഒരു സ്കിൻ കെയർ റൊട്ടീൻ ഒന്ന് പറയാമോ? എൻ്റെ സ്കിൻ കെയർ റൊട്ടീന് ഭയങ്കര സിമ്പിളാണ്. ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. പിന്നെ ഞാൻ വെയിൽ കൊള്ളുന്നുണ്ടോ എങ്ങനെയാണ് എൻ്റെ ഒരു സ്കെഡ്യൂൾ അനുസരിച്ചിട്ട് നൈറ്റ് ഒരു പിഗ്മെൻറ്റേഷൻ ഒരു സിറം ഉണ്ട്. എനിക്ക് പൊതുവെ ആക്നെ വരണ സ്കിൻ അല്ല, വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു ആൻറ്റി ബാക്ടീരിയൽ ആ ഒരു സ്കിൻ കെയർ റുട്ടീനും ചേഞ്ച് ആവും. പിന്നെ എപ്പോഴുമുള്ള ഈ ക്ലൈമറ്റിനനുസരിച്ചിട്ട് പ്രോഡക്റ്റും എനിക്കും പറ്റത്തില്ല. എല്ലാവരുടെ സ്കിന്നും മാറുന്നതിനനുസരിച്ചിട്ട് എൻ്റെ സ്കിന്നും മാറും, എല്ലാവരുടെ ലൈഫ് സ്റ്റൈലും അനുസരിച്ച് എൻ്റെതും അങ്ങനെ മാറും. അതിനനുസരിച്ചിട്ടൊന്ന് ചേഞ്ച് ആക്കി കൊടുക്കും. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ. ഇപ്പോൾ ആക്നെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആക്നെ വരുമ്പോൾ പറയൂല ആക്നെ തൊടരുത്, പൊട്ടിക്കരുത് എന്നൊക്കെ. അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആക്നെ സ്പ്രെഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ടോ? അതെ, അതിൻ്റെ പസ് ഉണ്ടല്ലോ. അപ്പം അത് വരുമ്പോഴേക്കും ചിലപ്പം അടുത്തുള്ള നമ്മുടെ സ്കിന്നും കൂടെ ആയിട്ട് അത് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആക്നെ തന്നെ പൊട്ടിപ്പോവാണോ ചെയ്യേണ്ടത്? അത് നമ്മളൊന്നും ചെയ്യേണ്ട, അത് തന്നെ അത് പോവുകയാണ്. നിങ്ങൾ ഡോക്ടറിനെ കാണുക. അപ്പം ഡോക്ടർ അതിന് പ്രോപ്പറായിട്ടുള്ളൊരു മെഡിക്കേഷൻ ചെയ്ത് അത് ഫോളോ ചെയ്താൽ മതി. നമ്മളതിനെ പൊട്ടിക്കാനും പൊട്ടിക്കാതിരിക്കാനും ഒന്നും ശ്രദ്ധിക്കണം. നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്യാതിരുന്നാൽ മതി. ഒന്നും ഉപദ്രവിക്കാണ്ടിരുന്ന ചിലർക്ക് അത് ഇരിക്കുന്ന കാണുമ്പോഴേക്കും ഒന്ന് പൊട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ സമാധാനം ഇല്ല. കാരണം ചിലപ്പോൾ നമ്മൾ കൈ ശ്രദ്ധിക്കില്ല, എവിടെയെങ്കിലും തൊട്ടിട്ടുള്ളതായിരിക്കും, അത് വീണ്ടും ഒരു ഇൻഫെക്ഷനിലേക്ക് വരും. പിന്നെ അതൊരു മാർക്ക് നമ്മൾ ഇൻറ്റൻഷനലി ചിലപ്പോൾ അത് പൊട്ടാനായിട്ടുള്ള ആ ഒരു സ്റ്റേജ് ആയിരിക്കില്ല. നമ്മൾ പ്രഷർ ചെയ്ത് അത് കൊടുക്കുമ്പോഴേക്കും ചിലപ്പോൾ അത് തന്നെ വന്നങ്ങ് പോവുമായിരിക്കും. പിന്നെ അത് പൊട്ടുമ്പോഴേക്കും അതൊരു മാർക്കായിട്ട് ലീവ് ചെയ്യുള്ളൂ. അതൊക്കെ കൊണ്ടാണ് അത് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോകുന്നതായിരിക്കും പറ്റും. നമ്മൾ സ്വന്തമായിട്ടൊന്നും ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. മുഖത്ത് ചൂട് പിടിച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിൾസിലെ എന്താ പറയുക, അതിനകത്ത് ഈ പഴുപ്പ് പോലെയുള്ള സാധനങ്ങൾ ചാടി വരും എന്നൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടുണ്ടോ? മുഖത്ത് അങ്ങനെ ആവി പിടിക്കാൻ പാടുണ്ടോ? വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒരുപാട് ആക്നയ്ക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് ഡോക്ടറിനൊക്കെ ഒരുപാട് ഇതിനൊക്കെ ഭയങ്കര ട്രീറ്റ്മെൻറ്റിന് ഒരുപാട് രൂപയാകും എന്നൊക്കെയാണ് എല്ലാവരും വിചാരിക്കുന്നത്. റാദർ ദാൻ കോസ്റ്റ് അവരുടെ സേഫ്റ്റി, സ്കിന്നിന് വേണ്ടിയിട്ടുള്ള സേഫ്റ്റി, അല്ലെങ്കിൽ അത് കാരണം വരുന്ന ഡാമേജ് കുറയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും അതൊരു ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ പോയി ചെയ്യണമെന്ന് പറയുമ്പോൾ അവരുടെ മണിയല്ല. എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ചിലർ പറയുമ്പോഴേക്കും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓക്കെ അവിടെ മണിയാണ് അവരെടുത്തിരുന്നത്. മണിയല്ല, നിങ്ങൾക്ക് അതുകൊണ്ടുണ്ടാവുന്ന ഡാമേജ് ഏറ്റവും ഈസി ആയിട്ടും കോസ്റ്റ് എഫക്റ്റീവായിട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ചിലപ്പം ആ ഡോക്ടറിനായിരിക്കും. അതുകൊണ്ടാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു സംശയം എന്താണ്? ഏത് കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടറിൻ്റെ അടുത്ത് സംശയം ചോദിക്കുക? ഏത് പ്രൊഡക്റ്റ് ഉപയോഗിക്കണം എന്നുള്ള കാര്യത്തിലാണ്. ഇപ്പം അവർക്ക് കൂടുതലായിട്ടും വരുന്നതെന്ന് പറയുന്നത് സൺസ്ക്രീനാണ്.
സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതാണ് എല്ലാവർക്കും. കാരണം അവർ യൂസ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കുള്ള സൺസ്ക്രീൻ മുതൽ കുട്ടികൾക്കും യൂസ് ചെയ്യണം, കുട്ടികൾക്കും സൺസ്ക്രീൻ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ കുട്ടികൾക്കായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിനെ പറ്റി എല്ലാവർക്കും ഒരു സംശയമാണ്. കാരണം സൺസ്ക്രീൻ എല്ലാവരുടെ സ്കിൻ എപ്പോഴും പറ്റണമെന്നില്ല, എല്ലാ സൺസ്ക്രീനും പറ്റും. അത് മെയിൻ അതാണ്, എല്ലാ സൺസ്ക്രീനും എല്ലാ സ്കിന്നും പറ്റുന്നതല്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും എനിക്ക് വരുന്ന ഏറ്റവും കൂടുതലൊരു കൺസേൺ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൺസ്ക്രീനിനെ പറ്റിയാണ്. കുഞ്ഞുങ്ങൾക്ക് ഏത് പ്രായം മുതൽ സൺസ്ക്രീൻ ഉപയോഗിച്ച് തുടങ്ങാം? നമുക്കൊരു 1 year മുതലും സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. 10 years 9 years നമ്മൾ എത്രത്തോളം സ്കൂളിലൊക്കെ വിടുന്ന കുട്ടികൾക്കുള്ള ചിൽഡ്രൻ സൺസ്ക്രീൻ ഉണ്ട്, കിഡ്സ് സൺസ്ക്രീൻ ഉണ്ട്. അപ്പോൾ നമ്മളത് യൂസ് ചെയ്ത് തുടങ്ങുന്നത് ഇപ്പോഴേ നല്ലതാണ്. ബെറ്ററാണ്. കാരണം അവർ കളിക്കുക, അങ്ങനെ ഉണ്ടാവുന്ന ഡാമേജ് ഒക്കെ കുറച്ചൊന്ന് കുറയ്ക്കാനായിട്ട് സഹായിക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ പാരൻസ് അത്രത്തോളം ബോധേഡ് അല്ലാന്ന് തോന്നുന്നു. കുട്ടികളെ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ചിലവർക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്ത് ഭയങ്കരമായിട്ടും ഒരു ഡൗട്ടായിരുന്നു, സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ വരുമോ, അപ്പം അതുകൊണ്ട് അത് കുട്ടികൾക്ക് സേഫ് ആണോ എന്നല്ല, അങ്ങനെയില്ല. ഇത്രയും ചെറിയ പ്രായത്തിൽ നമ്മുടെ മുഖത്തേക്ക് ഒരു കെമിക്കൽ അപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോഴത്തേനും കുട്ടികളുടെ സ്കിന്നിന്റെ ഒരു നാച്ചുറൽ ബ്യൂട്ടി നഷ്ടമാവാനൊരു സാധ്യതയുണ്ടോ? അതെ, ഉണ്ട്. ഒരുപാട് ഇപ്പം കുട്ടികൾക്ക് അതുകൊണ്ട് കുറേ അവരും ഈ പാരൻസ് ട്രൈ ഔട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ കുട്ടികൾക്കും ചെയ്യുന്നതായിട്ട് ഞാൻ കാണാറുണ്ട്. ഞാൻ ഒന്നും ചെയ്യണ്ടെന്ന് പറയും. കുട്ടികൾക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണോ? നല്ലതല്ല, പക്ഷെ അവർക്കത് ഇഷ്ടമാണ്. പാരൻസിനത് വേണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ കുറച്ചും കൂടി ഈ ബീട്രൂട്ട് ടിൻ്റൊക്കെ വരുന്നുണ്ടല്ലോ, അതൊക്കെ അങ്ങ് എന്തെങ്കിലുമൊക്കെ മാസ്ക് ചെയ്തൊക്കെ വിടുന്ന പാരൻസിനെ എനിക്കറിയാം. നമ്മുടെ വീട്ടിലെ മക്കൾക്ക് ലിപ്സ്റ്റിക് കാണുമ്പോൾ ഭയങ്കര ക്രേസ്. അതെ, ആ കളർ കാണുമ്പോഴേക്കും കുട്ടികൾക്ക് എസ്പെഷ്യലി പാരൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന കാണാനല്ല, അപ്പോൾ അവർക്കത് കൊള്ളാലോ ഒന്ന് യൂസ് ചെയ്യും. ഞാനും ചെറുതിലെ അങ്ങനെയാണ്. എനിക്ക് ഈ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന പറയുന്നത് അന്ന് ഭയങ്കര ലക്ഷറി ആയിരുന്നു. അപ്പം അത് എത്രത്തോളം കോട്ടിടാൻ പറ്റും. അപ്പം അന്നൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഈ ഫംഗ്ഷനൊന്നും പറ്റില്ല. നമ്മൾ ഡാൻസിനൊക്കെ പോകുമ്പോഴായിരിക്കും ഒരു ലിപ്സ്റ്റിക് അന്നിടുക. ഇപ്പം കുട്ടികൾക്ക് അങ്ങനെയല്ല, പാരൻസ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് അവർ യൂസ് ചെയ്യുന്നതുകൊണ്ട്. അന്നൊക്കെ ഒരു ഡാൻസ് പെർഫോമൻസ് അത് മാക്സിമം തുടച്ച് വീണ്ടും ഇടാൻ വേണ്ടിയിട്ടൊക്കെ ആ ഒരു ടിൻ്റ് എഫക്റ്റ് ഉണ്ടല്ലോ, അത് കാണുമ്പോഴേ ഉണ്ടാവുന്ന ഒരു ചെറിയൊരു സന്തോഷമാണ് കുട്ടികൾക്കുള്ളത്. ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പം അവർ ലിപ്സ്റ്റിക്കും അങ്ങനത്തെ മേക്കപ്പ് പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യാറുണ്ടല്ലോ. നമ്മൾ തന്നെ ഇപ്പം ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കാണാറുണ്ട്. നമ്മൾ തന്നെ ഞെട്ടി പോകാറുണ്ട്, ഇത്രയും പ്രൊഡക്ട്സ് ഒക്കെ കുട്ടികൾക്ക് അറിയുമോ എന്നുള്ളത്. അപ്പം ബേസിക് ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനം ഇപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഓക്കെ, ലിപ്സ്റ്റിക്ക് തിരഞ്ഞെടുക്കുമ്പം കുറച്ചും കൂടി നമ്മളൊരു മാറ്റ് ലിപ്സ്റ്റിക്ക് തിരഞ്ഞെടുക്കാനായിട്ട് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടെന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള നല്ലൊരു ബ്രാൻഡ് ചൂസ് ചെയ്യുക. കാരണം നിങ്ങൾ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി അവിടെ കോംപ്രമൈസ് ചെയ്യും തോറും അതിൻ്റെ കുറച്ചും കൂടെ ഡാമേജ് കൂടി വരും. അവർക്കത് ആ ഒരു കോസ്റ്റ് എഫക്റ്റീവിൽ കൊടുക്കണമെങ്കിൽ അത്രത്തോളം ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ. അപ്പം അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെതും പിന്നെ ഒരു എന്താ പറയുന്നത് ലിപ് ബാം, നമുക്കിപ്പം പിഗ്മെൻറ്റേഷനുള്ള ലിപ് ബാം ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് സൺസ്ക്രീനിൽ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ ഡയറക്റ്റ് ലിപ്സ്റ്റിക്ക് കൊണ്ടുള്ള ഡാമേജ് നമുക്ക് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. കൂടുതലായിട്ടും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു നാച്ചുറൽ കളർ നഷ്ടമാവില്ല. പിന്നെ നമുക്ക് ആ കളർ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? പറ്റും. കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ അതിനൊരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പോട് കൂടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതൊക്കെ ഫോളോ ചെയ്യുമ്പോൾ അതൊക്കെ വരാറുണ്ട്. ഈ നമ്മുടെ ലിപ്പ് സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ട്സ് വെച്ചിട്ട്? സ്ക്രബ് ചെയ്യുന്നത് നല്ല, എപ്പോഴും ചെയ്യരുത്. കാരണം ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനായിട്ട് നല്ലതാണ്. അത്രേ ഉള്ളൂ. മലയാളികൾ ശ്രദ്ധിക്കേണ്ട 3 സ്കിൻ കെയർ ശീലങ്ങൾ എന്തൊക്കെയാണ്? സ്കിൻ കെയർ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക. ഓക്കെ, നമ്മൾ എന്തൊക്കെ ഞാനിപ്പം ഒരാൾക്ക് ചെയ്തു കൊടുത്തു, എന്തൊക്കെ പ്രോഡക്റ്റ് കൊടുത്തു, എന്തൊക്കെ ഇത് പ്രൊസീജിയർ ചെയ്ത് കൊടുത്താലും വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. അപ്പോൾ കാരണം എനിക്ക് വെള്ളം കുടിക്കാൻ മടിയുള്ള ഒരുപാട് പേര് അറിയാം. നന്നായിട്ട് സ്കിൻ ശ്രദ്ധിക്കുക. എല്ലാം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇത് ചെയ്യുക. ചുമ്മാ റാൻഡമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യത്തില്ല, ഒന്നുമില്ല. പക്ഷേ ഹൈഡ്രേറ്റ് ചെയ്യത്തില്ല. അപ്പം പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക. പിന്നെന്ന് പറയുന്നത് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളും അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കാണുന്ന ട്രെൻഡ് അവോയ്ഡ് ചെയ്യുക. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത്. സോഷ്യൽ മീഡിയ ട്രെൻഡ്സ് അവോയ്ഡ് ചെയ്യുക. സോഷ്യൽ മീഡിയ നമ്മൾ ഒരിക്കലും ഫോളോ റാൻഡമായിട്ട് അങ്ങനെ ഫോളോ ചെയ്യരുത്. നമുക്കത് യൂസ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ക്വയറി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എക്സ്പേർട്ടിൻ്റെ അടുത്ത് ചോദിക്കുക, ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കുക. ഡോക്ടറിനോട് ചോദിച്ചിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ അവർ പറയും ഓക്കെ നല്ലതാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ ഇല്ല. നമ്മളത് ചെയ്ത് ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് കാരണം ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ അതായിരിക്കും. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ കാണുന്നവർ ചോദിക്കുക എങ്ങനെയാണ് ഡോക്ടറെ കോൺടാക്ട് ചെയ്യാൻ? ഇപ്പം ഡോക്ടറെ കോൺടാക്ട് ചെയ്യാനുള്ള വഴികൾ എന്തൊക്കെയാണ്? ഓക്കെ, എൻ്റെ ഇതിൻ്റെ തന്നെയും പ്രൊഫൈലിൽ തന്നെയും ഡീറ്റെയിൽസ് ഉണ്ട്, കോൺടാക്ട് നമ്പറും ഉണ്ട്. ഇൻസ്റ്റാഗ്രാം വഴിയുണ്ട്. ഡോക്ടറിൻ്റെ അടുത്തേക്ക് സോഷ്യൽ മീഡിയ വഴി ആളുകൾ കൂടുതലായി വരാറുണ്ട്. അതുവഴിയാണ് എനിക്ക് മെയിനായിട്ടും വരുന്നത്. ഓക്കെ, താങ്ക് യു ഡോക്ടർ, ഇത്രയും ഇൻഫർമേഷൻ പാസ് ചെയ്ത്. താങ്ക് യു.